ആയിക്കോട്ടെ മത വെക്കട്ടോ. അല്ലേ ഇപ്പതാ ചായ അടിച്ചിരിക്കണേ, പണ്ടേക്കൽ കൊടുക്ക. ഞാൻ പിന്നെ വിളിച്ചോണ്ട് ഞാൻ വെക്കാണ്. കുഞ്ഞോനിതാ വിളിക്കണേ. ഇന്റെ കുട്ടീനെ ചോദിച്ചോ അങ്ങാട്ടിയാ. ഹലോ ഹലോ അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. എന്തൊക്കെയാണ് വർത്താനൊക്കെ? നല്ല വർത്താനം. ഈ വിളിക്കുമ്പോഴൊക്കെ ഞാനിവിടെ ഉണ്ടായില്ലല്ലോ. എനിക്കൊന്ന് ഇപ്പാന്റെ സൗണ്ട് കേൾക്കണമെന്നോ ഇപ്പാക്കൊന്ന് വിളിക്കണമെന്നോ ഒന്നും ഇല്ല എനിക്ക്. അതിപ്പോ ഞാൻ ഓരോ പണിത്തിരക്കൂടെ അതാണ്. എത്ര തിരക്കാണെങ്കിലും ഞാനൊന്നും ചെയ്തു വിട്ടതല്ലല്ലോ എന്നെ. ഞാനിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ എന്നോട് പോകുമ്പോ ഒരു സംഗതി പറഞ്ഞിനി, ഇപ്പാക്ക് എന്നും വിളിക്കണമെന്ന്. അത് ഈ മറന്ന് ഞാന് ഇപ്പൊ ഒരാഴ്ച മുന്നെയാണ് ഇപ്പൊ എന്റെ സ്നേഹിതൻ സുൽഫി ഉണ്ടല്ലോ, എനിക്കറിയില്ലേ സുൽഫിനെ? സുൽഫിയാണ് എന്നോട് ചോദിച്ചത് എന്താ മോന്റെ വർത്താനം, മോൻ വിളിക്കലൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ഇപ്പാന്റെ നെഞ്ഞൊന്ന് പൊട്ടി. ഇപ്പാക്ക് എന്താന്നറിയോ, മക്കളൊക്കെ വിളിക്കലുണ്ട് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ ഞാൻ വിളിക്കലുണ്ട്. അപ്പൊ എന്റെ പണി കാര്യങ്ങൾ ഇതിനെ പറ്റി ചോദിച്ചപ്പോ എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ നിശ്ചയല്ലോ, ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ബാക്കി വിളിക്കണ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതല്ലല്ലോ വേണ്ടത്, എന്റെ കാര്യങ്ങളൊക്കെ എന്നോട് കൂടി പറയണ്ടേ. ഞാൻ എന്നെ ഇവിടുന്ന് പുറത്താക്കിയതോ നമ്മൾ തെറ്റി പിരിഞ്ഞതൊന്നല്ലല്ലോ. അപ്പൊ ഞാന് ഒന്നും ഉണ്ടായിട്ടല്ലേ, ഒന്നും ഉണ്ടായിട്ടില്ല. അനക്ക് നിന്റെ സൗണ്ട് കേക്കണ്ടെങ്കിലും ഉപ്പാക്ക് ഉപ്പാന്റെ കുട്ടിന്റെ സൗണ്ട് കേക്കട്ടടാ. ഇപ്പൊ ആരോട് അതൊക്കെ പറയാ? ഉപ്പാക്ക് മക്കളെ കാര്യങ്ങൾ അറിയാൻ നിങ്ങള് നല്ല ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. പാപ്പാർക്ക് വിളിക്കാനൊരു മടി, ഒന്നും ചെയ്തിട്ടല്ലല്ലോ. ഇപ്പൊ ഞാൻ വിളിക്കണ്ട്, ഇനി വിളിക്കണ്ട് ഇപ്പ. അത് ഇപ്പാന്റെ കുട്ടി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇപ്പാന്റെ വിഷമം കൂടി ഇപ്പാന്റെ കുട്ടി ഒന്ന് അറിയണം. അങ്ങനെ ചെറുപ്പം മുതലേ നിങ്ങളൊക്കെ വളർത്തി വലുതാക്കി ഒരു പ്രായമാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാപ്പ വേണ്ടാന്നുള്ള അങ്ങനൊന്നുമില്ലപ്പ, അങ്ങനൊന്നുമില്ല. അത് ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അത് വിളിക്കാറായതാണ്. ഞങ്ങള് വാപ്പാര് എന്ന് പറഞ്ഞിട്ടതൊക്കെ പിന്നെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെ നിൽക്കുകയാണെന്നുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാപ്പാർക്ക് വിളിച്ചിട്ട് ഒന്നും പറയില്ല. നിങ്ങളിപ്പോ പാർക്ക് വിളിക്കുന്നതിൽ സന്തോഷം, ഞങ്ങൾ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എങ്കിലും ഇപ്പാന്റെ കുട്ടി നിങ്ങൾക്ക് വിളിക്കുമ്പോ ഒന്ന് ചോദിക്കണ്ട്, ഇപ്പൊ അവിടെ ഉണ്ടെങ്കിലും ഒന്ന് തരാൻ വേണ്ടി പറയണ്ട്. ഞാൻ വിളിക്കണ്ട്. ഇനി നമ്പർ കുത്തിക്കാണ്ട് എനിക്ക് വിളിക്കാനും ഇതിനും എനിക്ക് കഴിയൂലല്ലോ. അത് അറിയില്ല. അറിയെങ്കിലും ഞാൻ എനിക്ക് വിളിക്കുന്നു. ഞാൻ വിളിക്കണ്ടിപ്പാ, ഞാൻ എന്തായാലും വിളിക്കും. ആയിക്കോട്ടെ. എന്താ പാന്റെ കുട്ടിന്റെ വർത്താനം? നല്ല വർത്താനപ്പാ, സുഖാണ്. എന്താ നിങ്ങളെ വർത്താനോ? നല്ല സുഖാണ്. പണിയൊക്കെ ഉഷാറന്നല്ലേ? പണിയൊക്കെ ഉഷാറാ. നാട്ടിലൊന്ന് പോരാൻ നോക്കിട്ടോ, നാട്ടിലൊക്കെ ഒന്നുകാണ്ട് പോയിക്കോളേണ്ടി. ആയിക്കോട്ടെപ്പാ. കൊറേ കാലം നിക്കണ്ട, അപ്പൊ ഒന്ന് ലീവ് ആക്കിയാണ്ട്. ഇവിടെ എങ്ങനെ നല്ല രസമല്ലല്ലോ. എന്താടാ സേടാ വെക്കണേ? ഒന്നുമില്ലടാ, ഞാനേ വീട്ടിൽ കൊണ്ട് വിളിച്ചിരുന്നു. അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഇപ്പാക്കൊന്ന് വിളിച്ചു. ഇപ്പൊ കൊറേ നേരം എന്നോട് സങ്കടം പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചപ്പോഴൊക്കെ ഇമ്മാനോട് സംസാരിക്കല്. ഇപ്പൊ അവിടെ എടുത്തുണ്ടായാലും ഉപ്പാനോട് ഞാൻ ഫോൺ കൊടുക്കാനോ ഉപ്പാനോട് സംസാരിക്കാനോ ഞാൻ തയ്യാറാകില്ല. അതെന്ത്? അതൊന്നും ഉണ്ടായില്ല. ഞാൻ മാത്രല്ല, ഒരു 90% ആമക്കളും അങ്ങനെ ഇപ്പാരോട് സംസാരിക്കാൻ ഒരു മടിയേക്കാരം ഫോൺ വിളിച്ചപ്പോഴൊക്കെ. പക്ഷെ ഓൾക്ക് ഭയങ്കര സങ്കടേക്കാരം. അത് എനിക്ക് ഇന്നാ മനസ്സിലായത്. മാറ്റാണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി എന്തായാലും ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ഇമ്മാക്ക് വിളിച്ച ശേഷം ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പാക്ക് എന്തായാലും വിളിക്കും, അല്ലെങ്കിൽ ഇപ്പാക്ക് ഞാൻ ഫസ്റ്റ് വിളിക്കും. ഇന്നത്തോടെ ഞാനത് തീരുമാനിച്ചു. അടിച്ചു പോയി. ഇപ്പൊ പറഞ്ഞപ്പോ ആകെ ഒരു ചായി ഇടങ്ങേറ്. പിന്നെ എവിടുന്ന് വരുന്നേ? ഇന്ന് കുറച്ച് ലേറ്റ് ആയ ഞാന്. അന്ന് കുറച്ച് ലേറ്റ് ആയല്ലോ. ഇന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നു, വർക്ക് ലോഡ് കൂടുതലായിരുന്നു. എന്ത് വർക്കിലോട്? നിങ്ങൾ ഈ ഓഫീസ് പണിക്കാർക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന പോലെ എന്ത് വർക്കാണ്? അവിടുന്ന് പുറത്തുനിന്ന് നോക്കണോണ്ടാ. നിങ്ങൾ എന്താ അതിന്റെ ഉള്ളിൽ കയറി ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയാലേ ശമ്പളമായി എന്നാണ്. അതിന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ നമുക്കുള്ളവരോ. ആരപ്പേ പറയണേ, ബക്കാലിൽ എന്താ സുഖം? നിങ്ങൾക്ക് തോന്നുമ്പോ പെപ്സി എടുത്ത് കുടിച്ചാ, വെള്ളം എടുത്ത് കുടിച്ചാ. ഞമ്മക്കൊക്കെ ഒരു വെള്ളം കുടിച്ചിട്ട് അതിന് പൈസ കൊടുക്കണം. നിങ്ങൾക്ക് അതൊക്കെ വേണോ? അതൊക്കെ പണ്ടേനി. എന്താ പൈസ കറക്റ്റ് കൊടുക്കണം. ഇപ്പൊ ഫുള്ള് ബില്ലാണ്. പിന്നെ നിങ്ങൾക്ക് ആഴ്ച 2 ദിവസം ലീവ്. ഒരു ബക്കാല കൊല്ലത്ത് പോയിട്ട് ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് പിറ്റേന്ന് പണിക്ക് കയറിയാല് പോണ തലേന്ന് രാത്രി എയർപോർട്ട് പോകാൻ ഇറങ്ങാം. അതാണ് ബക്കാല പണിയാണ്. അതൊക്കെ ശരിയാ. ബക്കാല കഫ്തീരിയൊക്കെ അങ്ങനെയാണ്. അതൊക്കെ ശരിയാ.
ഞമ്മക്ക് ഒരു പുറത്തേക്ക് ഇറങ്ങി ട്രാവൽ എക്സ്പെൻസ് തന്നെ എത്ര എക്സ്പെൻസ് ആയിരുന്നേ ഒരു പുറത്ത് പോയ എത്ര റുപ്യ ചെലവ് നിങ്ങൾക്ക് എന്താ എപ്പോഴും അതിന്റെ ഉള്ളിലായിട്ട് ചെലവില്ലല്ലോ. എന്ത് ചെലവട കിട്ടണ പൈസ കറക്റ്റ് നാട്ടുകടയക്ക. ഇവിടെ കറാമി അപ്പുറത്ത് ഇപ്പുറത്ത് പറഞ്ഞാണ്ട് ഫുള്ള് പൈസ ഇപ്പഴത്തെ ചെലവാക്കാണ്. ആയിക്കോട്ടെ. വേറെന്തൊക്കെ പിന്നെ? വേറെന്താ സുഖം. ഞാനേ എന്റെ ഷോപ്പിന്റെ അടുത്ത് നല്ല അടിപൊളി മട്ടനൊക്കെ ഉണ്ടല്ലോ. ചായ കുടിച്ച് ഇവിടെ എവിടെ തരണി? ഈ ഓഫർ സാധനം എടുത്താൽ ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഓരോന്ന് വെച്ചാല് നമ്മൾ നിങ്ങളെടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മലയാളീസ് നമ്മളെ കളിയായിരിക്കും. ₹10 ലാഭം കിട്ടും. അത് ഞമ്മക്ക് ഇങ്ങക്കും അറിയാം, അത് ഞമ്മക്ക് ഇങ്ങക്കും അറിയാം. പക്ഷെ ലാഭം കിട്ടും. അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. മലയാളി സംസാരിക്കുന്നു. സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ പറയട്ടോ. ഓക്കെ. അല്ലടാ മുമ്പ് പോയോ? മുപ്പര് പോയി. എന്തേ ഈ കണ്ടിട്ട് എന്താണ് ഓരോ അവസ്ഥ? ഓരോ മന്ദൂബുകൾ ഓരോ പ്രശ്നമാണ്. അതാണ് ഈ ബക്കാകാര അവസ്ഥ. ഞങ്ങളുടെ പോയിനി ഞാൻ എന്റെ മാനേജർ വിളിച്ചാ നാളെ അർജന്റ് ആയിട്ട് ഒരു ഫയല് സബ്മിറ്റ് ചെയ്യാണ്ട് അതിന് പോയതാ. അത് പോളിയാണ്. ഞാൻ ഏതായാലും പോട്ടെന്നാ കാണാം. ഞങ്ങളുടെ പണി പോലെ ഞാന് പെരി കുളിച്ചണേ. ഇജ്ജ് കണ്ടില്ലേ ഈ ടൈം ഇരുട്ടായിപ്പോ. ഞാൻ പെരി കുളിച്ചില്ല. ഒരു ബേജാറാവൂലേ? എന്നാ വാപ്പൊക്കൊന്ന് വിളിച്ചാണ്ട്. ചില വാപ്പൊക്കെ വിളിച്ച് വയറുള്ള ഒരാളല്ലേ ഒന്ന് വിളിച്ചാണ്ട്. ഞാൻ പോട്ടെന്നാ. എന്നാ ആയിക്കോട്ടെ. ഓക്കെ. ഞാൻ വെക്കാണ്. കുഞ്ഞോനിത വിളിക്കണേ. ഇന്റെ കുട്ടീനെ ചോദിച്ചോ കാട്ടിയാ. 100% ആമക്കളും അങ്ങനെ ഇപ്പാരോട് സംസാരിക്കാൻ ഒരു മടിയക്കാരെ ഫോൺ വിളിച്ചുമ്പോഴൊക്കെ. പക്ഷെ ഓൾക്ക് ഭയങ്കര സങ്കടക്കാരാ. എനിക്ക് ഇന്നാ മനസ്സിലായി. ഇനി എന്തായാലും ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ഇപ്പാക്ക് വിളിച്ച ശേഷം ഇപ്പ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പാക്ക് എന്തായാലും വിളിക്കും. അല്ലെങ്കിൽ ഇപ്പാക്ക് ഞാൻ ഫസ്റ്റ് വിളിക്കും. ഇന്നത്തോടെ ഞാനത് തീരുമാനിച്ചു. ഹലോ അസ്സലാമു അലൈക്കും. എന്താ വർത്താനോ? വലൈക്കും സലാം. സുഖാണേ. ഇന്ന് ജി വിളിച്ചൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് കുറച്ച് തിരക്കിരുമാ. പിന്നെ ഇപ്പല്ല അവിടെ? ഇപ്പൊ അവിടെ ഉണ്ടല്ലോ. ഇപ്പാക്കൊന്ന് ഫോൺ കൊടുത്താണ്. ഇന്ന് ജി ഫസ്റ്റ് തന്നെ ഉപ്പാനൊക്കെ ചോദിക്കണ്ടല്ലോ. മറ്റേത് അല്ലേ ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ ഇപ്പാക്ക് വിളിച്ചല്ലോ. ഇപ്പൊ കൊറേ സങ്കടം പറഞ്ഞിട്ടോട്. അപ്പൊ എനിക്കന്ന് ആകെ സങ്കടായി. അതുകൊണ്ടാണ് ഞാന് സങ്കടം ഇപ്പം കൊറേ അവിടെ ഇരുന്ന് പറഞ്ഞേ ഞാൻ എന്ത് ചെയ്തിട്ടാണോ എനിക്ക് വിളിക്കാത്തതെന്ന്. ആയിക്കോട്ടെ, അത് നന്നായി. ഞാൻ ഉപ്പാൻ്റെയൊക്കെ കൊടുക്കാം. ഉപ്പാക്ക് അത് സന്തോഷമാവും. നിങ്ങൾ എന്താ നീ ആലോചിച്ചിരിക്കണേ? മോനത വിളിക്കണേ. എന്നെ ചോദിച്ചോ? സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഇപ്പ എന്താ വർത്താനോ? നല്ല വർത്താനം മോനെ. എന്തൊക്കെയാ എന്റെ വർത്താനൊക്കെ? സുഖാണേ. നിങ്ങളൊന്നും പുറത്തൊന്നും പോയില്ലേ? ഞാൻ പുറത്ത് പോയാണ്ട് വന്ന് ഉത്തരണ. ഇപ്പൊക്കെ കാലിന്റെ മുട്ടോട് തീരെ വയ്യടാ. അതെന്താ നിങ്ങൾ ഇങ്ങോട്ട് പറയണേ? ഒന്നുമല്ല, എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാണ് നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി അതൊരു വിഷമാക്കണ്ടല്ലോ ചുറ്റും ഉണ്ടാകുന്നതാ. അത് മറ്റേ ആയുർവേദിച്ചാലുണ്ട്. അവിടെ പോയി ഊഹിച്ചാ മതിപ്പാ. ഉച്ചിലൊക്കെ പോണെങ്കിൽ നല്ലൊരു പൈസ വേണടാ. പൈസ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാ പോലെ അയച്ചല്ലേ. ഇതിനല്ലേ പൈസ. അയച്ചൊരു പാക്കാവൊന്നും അറിയാഞ്ഞിട്ടല്ലേ. ഞാനിഞ്ഞ എന്താന്നറിയാം അതൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ ആൺകുട്ടികള് ബാപ്പാർക്ക് വിളിക്കാത്ത പൈസന്റെ കണക്ക് ഇങ്ങനെ പറയണോണ്ടാ. പൈസ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞോണ്ടാ. അല്ലപ്പ അത് അതുകൊണ്ടല്ല. അത് എല്ലാ മക്കളും അങ്ങനെയാണ്. ഇപ്പാരോട് സംസാരിക്കാൻ ഒരു മടിയേക്കാരോ. അത് ഞങ്ങൾക്ക് സ്നേഹമില്ലേറ്റല്ല മോനെ, ഒരു മടി ആയോണ്ടാണ്. മോനെ ഞാൻ എന്താന്നറിയ പറഞ്ഞത്. ഇപ്പൊ ഞാനും 10-30 കൊല്ലം അവിടെ നിന്ന് ഒക്കെ നയിച്ച് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട ഈ സമ്പാദ്യം ഒക്കെ ഇപ്പൊ ആർക്കാ? ഞാനിത് മരിച്ചു പോകുമ്പോ കൊണ്ടുപോകില്ലല്ലോ. ഒരു വാപ്പാരും കൊണ്ടുപോവോ? ഇല്ല. ഇതൊക്കെ കിട്ടുന്നത് ഇങ്ങക്കാണ്. പിന്നെ നിങ്ങളോട് ഈ പൈസ ആവശ്യത്തിന് ചോദിക്കണത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച പൈസ അങ്ങനെ ഇങ്ങനെ ആയി പോകരുത്. ഇവിടെ നാട്ടിൽ അത്യാവശ്യം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു ചൂടുണ്ടാവുള്ളൂ വെച്ചിട്ടാണ്. വാപ്പാക്ക് ഇപ്പൊ അവിടെ ഉണ്ടാകുന്ന ചെലവും കാര്യങ്ങളൊക്കെ വാപ്പാക്കും അറിയാം. അല്ല അപ്പ നമ്മൾ ഈ ശരീരം നോക്കാതെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ശരീരമാണ് എല്ലാം. അത് കഴിഞ്ഞിട്ട് മതി പൈസ. ആയിക്കോട്ടെ. ഇപ്പൊ അതൊക്കെ ഇപ്പാന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കിക്കോളാം. ഇപ്പാക്ക് ഇനിയിപ്പോ ആ മുട്ടുവേദന അതൊന്നും ഇപ്പൊ മാറില്ല. ആകെ പ്രായമായി എന്റേതേ ആണ്. അതല്ലടാ, എല്ലാരും ഇപ്പൊ താത്താരൊക്കെ പാട് പോന്ന്. ഇനിയിപ്പോ ഇവളൊന്നാണ് കൊണ്ടേക്കോ. ചില ഓക്കും ഉണ്ടാവില്ല പുതിയ ഒന്ന് അവിടെ ഗൾഫിലൊക്കെ ഒന്ന് കാണാൻ, ഒന്ന് മക്കി മദീനൊക്കെ ഒന്ന് പോകാനൊക്കെ. അത് വേണ്ടപ്പാ. അത് ഞാൻ ഏതായാലേ ഒരു 5-6 മാസം കഴിഞ്ഞ് എല്ലാരും ഒപ്പെടുക്കും. ഓളൊറ്റക്ക് അങ്ങനെ പോരട്ട. ഓളിങ്ങോട്ട് പോന്നാ നിങ്ങൾ ഒറ്റക്കല്ലേ. നിങ്ങളും ഞാൻ ഒറ്റക്കല്ലേ. മോനെ മറ്റോലും മാറി താമസിക്കല്ലേ. ഇപ്പോ
മോനെ ഒറ്റക്കായില്ല അത് വേണ്ട, ഞങ്ങളെല്ലാരും ഒപ്പട് പോന്നോട്ടി. മോനെ ആ ഞാൻ പറഞ്ഞ എന്താന്നറിയോ, ഓള് പോന്നിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അനക്ക് അവന് കുട്ടീനെ ഒന്ന് കാണണ്ടേ? എന്നപ്പോ എനിക്ക് എന്ന് വിളിച്ചാലും പറയും ലീവ് ഇട്ടിട്ടില്ലാന്ന്. ആ ലീവ് കിട്ടോളി കാലാകാലം അവിടെ നിക്കണ്ട, ഒന്നുകിൽ ഇങ്ങോട്ട് പോരാ, അല്ലെ ഇല്ലാണ്ട് കൊണ്ടേക്കോ. ഇപ്പൊ ഇമ്മി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണ്ട് അപ്പൊ താത്താരൊക്കെ വരുമായിക്കാരോ. ഇപ്പൊ എന്താ വെച്ചാലേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോരാ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും ഇന്റെ ഒപ്പം പോരാ. അതാണല്ലേ ഞങ്ങൾ ഇനി ഇല്ല, ഞാൻ ഇനി ഏതായാലും പോരാൻ വിചാരിച്ചിട്ടില്ല. ഇനി ആണെങ്കിൽ ഇമ്മ പോന്നോട്ടെ. ഇമ്മ അല്ല ഇങ്ങളും പോരണേ, നിങ്ങളെന്താ പോരാത്ത? നിങ്ങളും പോരണോ? ആയിക്കോട്ടെ, എന്നാലും ഇജ്ജ് പോന്നിട്ട് പോരാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവളെ ഒന്നാട് കൊണ്ടേക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആ പൈസ ഒക്കെ എൻ്റെ അടുത്തൊക്കെ ആയതിന് ശേഷമൊക്കെ പോരാ. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇതൊക്കെ ആയി. ഇപ്പൊ എന്റെ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കിട്ടീനിയോ? 4-5 ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൊഴപ്പൊന്നുമില്ല, ഇവിടെ ഞങ്ങളെ ഏരിയയിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സുഖാണ്. അത് ശരി, നമുക്ക് ഡ്യൂട്ടിനെ ഒന്നും ബാധിച്ചിട്ടില്ല. കൊറേ പ്രവാസികളുണ്ട്, ഇന്റെ കമ്പനിക്കാരന്നെ കൊറേ ആൾക്കാർ സങ്കടം വേണ്ട, പെരക്കാരും നാട്ടുകാരും ആരും വിളിച്ചു നോക്കണില്ല. എന്നിട്ടാണ് പാവാണ് ഞാനിപ്പോ അൽഹംദുലില്ലാ ഇന്നിപ്പോ ആ പ്രശ്നത്തിൽ ആ പ്രളയത്തിലൊന്നും പെട്ടില്ല. ഓലൊക്കെ ഇങ്ങനെ പറയണേക്കുമ്പോ വല്ലാത്തൊരു സങ്കടാണ്. വിളിക്കാൻ തന്നെ അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ബാപ്പാര് തന്നെ ഇന്റെ വായത്തെ പ്രായമുള്ളവരേക്കാരം ഇങ്ങളെ ഈ ഫോണില് കുത്തിക്കാണ്ട് വിളിച്ചാനൊന്നും ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അത് ഇങ്ങള് കേട്ട് വിളി വരുമ്പോ തന്നെ പിന്നെ ഇപ്പൊ ഇങ്ങളിപ്പോ മിനിറ്റിന് വിളിച്ചെന്നാണല്ലോ ഇപ്പൊ ഈ ആളുകളൊക്കെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ നിങ്ങളെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ഓൽക്കൊക്കെ ഇപ്പൊ നിങ്ങൾ ആ വിളിക്കുമ്പോ ഉള്ളത് മതി. അതാണ് പോലും വിചാരിച്ചത്. പിന്നെ തൊഴിലൊക്കെ ഇടുവാണ് നിങ്ങളെ കൊണ്ട്. വീട്ടുകാരും വിളിക്കില്ല, നാട്ടുകാരും വിളിക്കില്ല, ഫ്രണ്ട്സും ആരും വിളിക്കില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാന്റെ കാര്യത്തിന് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ഓൽക്കെന്തെങ്കിലും കാര്യം കിട്ടാന് ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പൊ എല്ലാ കമ്മിറ്റിന്റെ ആൾക്കാരും പിരിവേരും എല്ലാരും വിളിക്കും. ഓലെ കാര്യമായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൾഫേരെ ആർക്കും വേണ്ട. അതൊക്കെ ഇപ്പൊ കൊറേ നോക്കിയതാണ്. പിന്നെ നിങ്ങളെ ഷുഗറും ഇതൊക്കെ ഓക്കല്ലേ, നോർമൽ അല്ലേ? ഷുഗറൊക്കെ ഇപ്പൊ അങ്ങനെ പോണുണ്ട്. ആ ഒന്നും ഇനിയിപ്പോ നോക്കിയിട്ട് ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കോണ്ടി, ഞാനോട് അടുത്ത് പറയലുണ്ട്. ഭക്ഷണമൊക്കെ അതിന് പറ്റുന്ന കൊടുക്കോണ്ടി. എന്റെ പറച്ചിലെ കുറവ് കൂടി ഉള്ളു. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മണി പഞ്ചാരട്ട് ഒരു ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കൊരു തോർപ്പിച്ച് നോക്കല. ഇമ്മാനോട് ഞാൻ പറഞ്ഞോണ്ടാണ്. ഇപ്പാക്ക് എല്ലാത്തിനും പൂതിയാണ്, തിന്നാനും കുടിച്ചാനും. പക്ഷെ ഈ രോഗം നമ്മൾ നോക്കണ്ടേ? തിന്നാനും കുടിച്ചാനും പൂതി തന്നെയല്ലേ. ഞാനിപ്പോ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഇജെന്താ തിന്നണെന്ന് എനിക്കറിയില്ല. ഞാൻ റൊട്ടിയും തൈരും തിന്നുകാണ്ടാണ് ഇത്ര കാലം ജീവിച്ചത്. ഇപ്പൊ എന്തെങ്കിലും തിന്നാനുള്ള ഒരു കായും കാര്യമൊക്കെ ആയപ്പോ ഷുഗറും സൊക്കടും ആയിട്ട് തിന്നാനും പറ്റാത്ത കോലായി. ഞാൻ അങ്ങനൊന്നല്ലപ്പാ. ഞാൻ എന്താ വെച്ചാല് നമ്മള് തിന്നിട്ടുള്ള മതി നമ്മക്ക്, അല്ലാതെ ഫുഡ് കഴിക്കാതെ വെറും റൊട്ടി തിന്ന് പൈസ ഉണ്ടാക്കുക ആ പരിപാടിക്ക് ഞാനില്ല. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു വായിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം ഉണ്ടായിക്കോട്ടെ, വെറും ഫുഡ് തന്നെ ആക്കണ്ട കേട്ടോ. വേറെന്താ വർത്താനം? വേറൊക്കെ നല്ല വർത്താനം, സുഖാണ്. അപ്പൊ ഇന്ന് ഇവളെ കൊണ്ടുപോകണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോ എന്തിനാ മനുഷ്യ ഓളെ തിരക്കുട്ടിക്കാണ്ട് പറഞ്ഞേക്കണേ? അനക്കെന്തേ പോണേന് ഓന് വേണ്ടേ? ഞാനിപ്പോ 10 കൊല്ലാടെ നിന്നപ്പോ ഇജ അനുവദിച്ചതല്ലത്. എന്താണ് ആമിന, എന്തിനാ ഇങ്ങനെ കുശുമ്പ് കാട്ടുന്നത്? കുശുമ്പൊന്നല്ല, ഇവിടെ തുള്ളി വെള്ളം കാച്ചി തരാൻ നിങ്ങൾ ആരെ കണ്ടുകണ്ടേ? അന്നെ നോക്കാൻ ഇനി ഒരു മരോൾ എന്നെ നിൽക്കണ്ടേ? മറ്റോല് രണ്ടാളും പോയപ്പോ എനിക്കത് നിശ്ചയിഞ്ഞോ? അത് പറയാന് ഓനൊരു ജീവിതം വേണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ മിനിറ്റിന് ചായയും വെള്ളം ഇങ്ങനെ പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് കഴിയോ? എനിക്ക് ഇവിടെ കാലിന്റെ തൊട്ട് ഊരവേദനയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ആയിക്കോട്ടെ, ഇന്റെ കാര്യം എനിക്ക് പിന്നെ നോക്കാൻ കഴിയുമോ നോക്കാം. അല്ലേ നീ ആണെങ്കിൽ ഞാനൊരു പെണ്ണുകൂടി കെട്ടിക്കോളാം. നീ നാൽക്കൊരാളൂടി ആയില്ലേ? പഠിച്ചോനെ, എന്റെ റബ്ബ് എത്തായി മനസ്സിന്. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. നിങ്ങക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. തക്കം കിട്ടിയാ കെട്ടൂലെന്ന് ആര് കണ്ട്? ഇമ്മാക്കൊന്ന് കൊടുക്കി. എന്താ അവിടെ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇമ്മാനോട് ഒരു തമാശ പറഞ്ഞതാ. ഇനിയിപ്പോ ഓള് വലിയ മൂതി കൽപ്പിച്ച അടുക്കളേക്ക് വാങ്ങിന്. ഇമ്മാക്കൊന്ന് ഫോൺ കൊടുക്കി. ഞാൻ കൊടുത്തോളാം. ആമിന, ആമിയെ എനിക്കൊന്നും പറയാനില്ല. മോനെ വിളിച്ചിരുന്നതാ, 1-2 വർത്താനം പറഞ്ഞാളാ. എന്തമ്മ അവിടെ? ഒന്നുമില്ലടാ, എന്റെ ഉപ്പാന്റെ വർത്താനം കേട്ടില്ല. ഇഞ്ഞ് പെണ്ണേട്ടാ നടക്കണല്ലോ. ഇഞ്ഞും അത് ഇപ്പൊ ഒരു കോമഡി പറഞ്ഞല്ലേ? കോമഡി ഒന്നല്ല, എന്റെ ഉപ്പാനെ വിശ്വസിച്ചാനും പറ്റൂല. ഇജ്ജ് ഓളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടേക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പൊ ഇനി വേറെ പെണ്ണിട്ടാൽ ഞാൻ കുടുങ്ങും.
ഇജ്ജ് ഓളെ കൊണ്ടേക്കടാ, ഉമ്മാക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഉപ്പാനോട് വെറുതെ പറഞ്ഞതാണ്. മറ്റോളെ രണ്ടാളെ പറഞ്ഞയച്ചത് ഉമ്മന്നല്ലേ. ആയിക്കോട്ടമ്മ, ഞാൻ എന്നാ വിളിക്കണ്ട്. എനിക്കേ ഒരു സ്ഥലം വരെ പോവാണ്ട്. എന്നാ ആയിക്കോട്ടെടാ. ആ വെക്കല്ലടാ. എന്താ എൻ്റെ കുട്ടി ഇതാ പാഞ്ഞു വരണേ. പപ്പ പപ്പ നൗഷോ, എടാ ആ ഇറച്ചും പുളിന്റെ കട താക്കണേ, നമുക്ക് ഇറച്ചി പുളി കഴിച്ചാലോ? എന്നാ വാ പോയേക്കോ. കരയെന്ന് മട്ട വളട്ട കൈ കൊണ്ടാക്കണ പോളന്നൊക്കെ പറഞ്ഞു. പോയേക്കോ. അതാണ് പോയേക്കോ. നെയ്ച്ചോറ് ചിക്കൻ പീസ് പോയി തുടങ്ങിയോന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് യൂട്യൂബേഴ്സ് ഉള്ളത്. യൂട്യൂബിൽ ഒരു സെൽഫി ഇട്ട് വെച്ചോ. സെൽഫി വെച്ച് നോക്കുക. അതുപോലെ 2 ബോൾ അറിഞ്ഞു ഇത് നെയ്ച്ചോറ് ചിക്കൻ പീസ് ഒക്കെ പൊടിയാ. യൂട്യൂബിലുള്ള ആൾക്കാരല്ല അതിപ്പോ തുടങ്ങിയത്. ഇപ്പൊ രണ്ടാമത് ആഡ് ചെയ്താണ്. നെയ്ച്ചോറും ചിക്കൻ പീസും 10 റിയാല്, ഇറച്ചിയും പൂളിയും 10 റിയാല്, അങ്ങനെ ചെറിയ ലഘുവായിട്ടുള്ളത് തുടങ്ങി. പിന്നെ നമ്മളൊരു സെൽഫി എടുക്കട്ടെ. അതെന്തിനാ? ഒരു യൂട്യൂബേഴ്സ് ഒക്കെ നമ്മൾ അത്ര വലിയ പ്രമുഖരൊന്നല്ല. നമ്മളെന്താ അറിയോ, നമ്മൾ ഈ ലോ ക്ലാസിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ട പ്രശ്നമില്ല. നിങ്ങള് ഇവിടെ ഈ ഭാഗത്ത് മുഫീദ് പറഞ്ഞ അടുത്തുണ്ട്. ഓനെ തരുന്നോ? ഓനെ അറിയോ? ഓന് ഇവിടെ അല്ലേ ഈ കാണുന്ന വകാലതാണ് അവിടെ ഉള്ളത്. ഈ വകാലയിലാണ് ഒരുപാട്. നിങ്ങൾക്ക് എങ്ങനെ അറിയണോ? ഞങ്ങള് ഓനെ നാട്ടിന്റെ കാൾ കൊടുത്തോ വീഡിയോ ചെയ്യണ്ടേ. ഇനി ഇപ്പൊ ഓനെ കാണാനില്ല. ഓ നാട്ടിന്ന് മറ്റേ ഗൾഫുകാരന് പോന്ന ഇവിടെ കടർച്ചിട്ടേ പോളൂ. കൗണ്ടറിലല്ലേ? കൗണ്ടറിലാ? ഓനെ എപ്പ വിളിച്ചാലും ഓൻ ഈ ഫോൺ എടുക്കൂല. ഓനൊക്കെ പറഞ്ഞു ഈ പോല. ഓനിവിടെ ഉണ്ട്. ഈ വകാലയിലാവും കുറെ ലോഡായിട്ട്. ഞങ്ങള് പോയോക്കട്ടെ. അല്ല ഒന്ന് വരും. ഒരു സെക്കൻഡ്. ഓല പൂജല്ലേ. ലോ ക്ലാസ്സുകാർക്ക് നമ്മളെ കാണാൻ വരുന്നുണ്ടാവും. വീഡിയോ ആക്കിയാല് ഒന്നുകൂടി രസമുണ്ടോ? ഇതേതാ ക്യാമറ? ലോക്ക് ഐഫോൺ ഇല്ല? ഐഫോണൊന്നും ഞങ്ങളെത്തില്ല. ഒന്ന് മേടിച്ചൂടെ സൗദി അറേബ്യ? പോട്ടെ, ഞാൻ തരും കേട്ടോ. ഓക്കെ എന്നാ പോടാ. हबीबी फाइज सौदीगी जी वह मुमकिन सवाल मुफीद फी इन तो कलिम माफी. ओके ओके ഓനെ കണ്ടാണ്ട് വർത്താനം പറഞ്ഞു. നാട്ടിലൊക്കെ ഓനെ മാറി എന്താ ഓന്റെ നാട്ടിലൊക്കെ സംസാരം. ഇവിടെ എത്തിട്ട് ഓൻ വിളിച്ചിട്ട് ഫോൺ എടുക്കൂല. ഒരു കഥ കേറിയൊക്കെ മുഫീദ് അതാക്കടാ അതാക്കണോനെ അവിടെതാ നമ്മളെ നോക്കണമെന്നുണ്ടല്ലോ. മുഫീദ മുഫീദ് فينا موجودة മുഫീദ എന്തിനാ നമ്മളെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്നതിനാ? അല്ല അജി നടക്കാൻ പറഞ്ഞതാ. എന്താണ് പ്രശ്നം? അജി ബാജി ഞാൻ പറഞ്ഞുതരാം. ആൾക്കാർക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്. എത്ര കാലാണ് കണ്ടിട്ട് നല്ല പോലെ നടക്ക് പരിചയം പറഞ്ഞുതരാ. നടക്ക് അയ്വാന ദയനീജി നിങ്ങൾക്ക് എന്താ പെപ്സി എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. അമ്ലിയാത്ത് എടുക്കട്ടെ? ഒന്നും വേണ്ട. ഞാൻ അന്നൊന്ന് കാണാൻ വേണ്ടി വന്നാണ്, വേറെ എന്തിനും വന്നല്ല. എന്താ എന്റെ പ്രശ്നം? എന്താ എത്ര ദിവസം എന്നെ വിളിക്കണേ? പൊന്നാര പൈസ എന്ന് വെച്ചാല് ഞാൻ ഇവിടെ വന്നപ്പോ കയറിയാണ് ഈ ബക്കാലിക്ക്. ഞാൻ ഈ ഒരു ഏരിയ അല്ലാതെ ഇതിന്റെ പുറലോകം എന്താന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ ഈ സിനിമ കാണുമ്പോ നജീബിന് അത്ര ആടുജീവിതം പറഞ്ഞു. അത് മാത്രല്ല ആടുജീവിതം ഈ പുറലോകം കാണിക്കാൻ വേണ്ടി അന്നെ ഞങ്ങള് വിളിക്കണത്. അപ്പൊ ഇന്ന് വാ. എടാ ലീവില്ലടാ. ഞാൻ വന്നപ്പോ കയറി പെട്ടത് അതിന്റെ ഉള്ളു. ലീവില്ല, ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല. ഇജ് പേരും ഇജ് നാട്ടിൽ നിന്ന് വന്ന് നടന്നപ്പോ എടുത്ത വണ്ടിയാണിത്. നമുക്കൊന്ന് കറങ്ങാൻ വേണ്ടി. എന്നിട്ട് ഇജ് അന്നെ കിട്ടില്ല. എന്താ ഞാൻ മനഃപൂർവ്വല്ലടാ. മനഃപൂർവ്വല്ല. ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങള് പിന്നെ ഞാൻ കാണാൻ നിങ്ങൾ ഇതാ കാണണേ.
എന്തിനാ നമ്മളെ അവസ്ഥ എങ്കിലും പാടെ അറിയിക്കണേ? എന്താ ഒരു ചില്ലോട്ട് ചെയ്തോളി. ബക്കാലല്ലേ? ബക്കാലെന്നെ. അതിനിപ്പോ എന്താ എത്ര പ്രശ്നം? ബക്കാല എത്ര നേരം പണിയുണ്ട് ഇവിടെ? എന്ത് പണി? 8 മണിക്കൂർ പണി. 2 പെപ്സി എടുത്തേക്കണ്ടാവും, നന്നാക്കാവുണ്ട്. വേറെ എന്താ പണി? 8 മണിക്കൂർ പണിയൊക്കെ കമ്പനിയിലാണ്. ബക്കാലിൽ 8 മണിക്കൂറല്ല, 12 എന്ന് പറഞ്ഞാൽ 14 ഇങ്ങോട്ട് വരില്ല. എന്നാ ആയിക്കോട്ടെ. നിനക്ക് എന്താ വിളിച്ചോന്ന് ഫോൺ എടുത്താ എന്താ? ഫോൺ എടുത്താ നിങ്ങൾ ഈ അവസ്ഥ കാണില്ലടാ. ഞാൻ വരാൻ പറയും. നിങ്ങൾ ഇഞ്ചത്തിന് ഈ അവസ്ഥ കാണണ്ട. ഇത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. എന്റെ അവസ്ഥ എന്റെ അവസ്ഥ എന്നുള്ളത്. അനക്ക് നല്ല പണി വേണമെങ്കിൽ ഞങ്ങൾ പുറത്തു നോക്കൂല. എനിക്ക് അങ്ങോട്ട് പറഞ്ഞാ പോരെ? എനിക്ക് ഞങ്ങളെ കൂടെ കറങ്ങണം. ഞങ്ങൾക്ക് പണി ഞങ്ങൾ പുറത്തു നോക്കല്ലോ. എന്താ ഞാൻ ചെയ്യടാ? ഈ ഒന്നും പറയണ്ട. ഇജി ഒരു കാര്യം ചെയ്യും. ഞങ്ങളിപ്പോ പോവാണ്. ഞങ്ങൾ പിന്നെ വരാം. അനക്ക് ഇജി ഇവിടെ എന്റെ കഫാനൊന്നും കൊടുത്തില്ലല്ലോ. നമ്മളെ റൂമിൽ നിക്കാം, നമ്മളെ ഫ്ലാറ്റിൽ നിക്കാം, പ്രശ്നമില്ല. ഇതൊരു കാര്യം ചെയ്യും. ഇജി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിക്കാണ്ട് പോയി. വിദ്യാഭ്യാസം കാര്യം ഉണ്ടായുള്ള സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് പിന്നെ വക്കാലി തന്നെ പഠിക്കണം. എടാ ഇവിടെ കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ടായതൊന്നും കാര്യമില്ല. ഞാൻ വന്ന സിറ്റുവേഷൻ എനിക്ക് അറിയറ്റാ. അന്നൊന്നും നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ നാട്ടിലാണ്. ഞാൻ പിന്നെ ആരും ഒന്നും അറിയിച്ചിട്ടില്ല. അന്നൊക്കെ എനിക്കൊരു പണി എന്നുള്ള അവസ്ഥയായിരുന്നു. ഏത് പണിയാലും വേണ്ടില്ല. അങ്ങനെ വന്ന് കയറിയത് അതിന്. അത് ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്, നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. വേറൊരു പണിക്കാര് ട്രൈ പണി വേറെ നോക്കാം. ഞാൻ എന്റെ ഓഫീസിൽ സംസാരിക്കാം. നമുക്ക് നോക്കാൻ കേട്ടോ. ഇടപെടെ പുള്ളി യമനയാളാണ്. ഓല പറഞ്ഞ കേൾക്കും. ഓല് പറഞ്ഞ കേൾക്കുന്ന ബക്കാല പണി യമനിയൊന്നും പ്രശ്നമില്ല. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. നമുക്ക് അന്നക്ക് സെറ്റ് ഒരു പണി നമുക്ക് ഒപ്പിക്കാം. ഓക്കെ? ഇജിപ്പോ വെക്കോ, കട വെക്കോ. ഓര് പറഞ്ഞ ഒന്നും വേണം. ഞങ്ങൾ കാത്തുക്കണോ? അല്ല, ഞങ്ങൾ പോയിക്കോളി. നിങ്ങൾ കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കട്ടോ. ആയിക്കോട്ടെ. ഞങ്ങൾ വരാം, 4 വരാം. ആയിക്കോട്ടെ. കണ്ടതാണ്. അല്ല, നിങ്ങൾ പോണ അതിർപ്പം തന്നെ കാരണം ഭക്ഷണം ഉള്ളു കഴിച്ചിട്ടില്ലല്ലോ. എന്താ അതിർപ്പ എനിക്ക്? ഞാനിപ്പോ ഈ 10-20 കൊല്ലത്തിന്റെ അടുത്ത് 5-8 പ്രാവശ്യം നാട്ടിൽ പോയി വന്നതാണ്. എന്ന് പോയാലും പെരേക്ക് സാധനം കൊണ്ടുപോയിട്ടില്ല, അത് ആർക്കും ചെയ്യലില്ല. എനിക്ക് 4 മക്കളുണ്ട്, പിന്നെ 4 പെങ്ങന്മാരുണ്ട്. ഇവൽക്കെല്ലാം കൂടി ഒരു 10-12 പേരക്കുട്ടികള്, അമ്മോന്, അമ്മായി, എളാപ്പ, അമ്മൂത്താപ്പ, എല്ലാ കുടുംബക്കാർക്കും ഈ സാധനം ഒരിച്ച തയ്യലില്ല ഒരു പ്രാവശ്യം. ഇപ്പോഴും വാട്സപ്പിൽ തല്ലോ ഓർഡർ കിട്ടും. പാവല്ലേ മൂപ്പര്? പാവാണ്. അല്ലോടെ ഇപ്പൊ കാര്യം ഇങ്ങനെ കൊണ്ടുപോകും. ആരും പറഞ്ഞു കൊണ്ടുപോകില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് ഒരു കിൻഡൽ കെട്ടിയടിച്ചു കൊണ്ടുപോകണം, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയടിച്ചു കൊണ്ടിരണം. ഇതെല്ലാ പ്രവാസികളുടെ അവസ്ഥയാണ്. എല്ലാടാ മൂപ്പരിപ്പോ കൊറേ സാധനം മേടിച്ചു. നമുക്ക് കുറച്ചുകൂടി സാധനം മേടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാർഗോണ്ട് വിടാം. കാർഗോ എന്തായാലും വിടാം. എവിടുന്ന് വിടാൻ? എന്റെ അടുത്ത് ആളുണ്ടോ? അടിപൊളി മിയ സ്ഥാപനം ചെടുത്തിട്ട്. ആയിക്കോട്ടെ, നമുക്ക് നാളെ വിടാം. ഓക്കെ, മൂപ്പരെ പെട്ടി കെട്ട പോവാ. ഹലോ അളിയാ. അളിയാ, ഫലസ്തീൻ മേൽ നിങ്ങൾ എവിടെ? ഞാൻ അവിടെ ഉണ്ട്, ആ തഫ്തീരെ മസ്ജിദിന്റെ അടുത്തുണ്ട്. എന്നാ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്നാ വന്നോളി, ഞാൻ അവിടെ ഉണ്ട്. ഞാൻ കണ്ടുവരുന്നുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. അളിയാ, ഞാനെന്തൊക്കെ പെരുന്നാളിനോട് പോയില്ലേ? പോയി. ഞാൻ പല്ലെത്തണുള്ളൂ. പിന്നെ പോയിക്ക് വിളിച്ചിനോ? എനിക്ക് വിളിച്ചിട്ട് 2 ദിവസമായി. അതെന്താ ഓള് വിളിച്ചിന്? ഇമ്മ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. അവിടെ വിളിച്ചില്ല, അയാളെ പോയി കാണുക. ഓളത്തെ ഓക്ക് തോന്നിയമാതിരി പെരേക്ക് പോവാ, ആരോടും പറയാതെ പോവാ. അതിനൊക്കെ ഇപ്പൊ എങ്ങനെ? അത് ശരിയാവും. അതൊക്കെ ഒരു കുടുംബത്തിലൊക്കെ നടക്കൂലല്ലോ അളിയ. എന്താ പ്രശ്നം? ഓളോട് എന്റെ പെരക്കാര് പോണ്ടാന്ന് പറഞ്ഞാണ്. എന്റെ പെങ്ങന്മാരും കുട്ടികളൊക്കെ പെരുന്നാളായിട്ട് ലീവായിട്ട് വരികയാണ്. എന്നിട്ട് ഓളെ പെരേക്ക് പോയിക്കണ്. അവരും പറയണ കേൾക്കാതെ ഓളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയിക്കണ്. അതൊന്നും ഇപ്പൊ ഒരു കുടുംബത്തിലേക്ക് പറ്റൂല അളിയ. നിങ്ങളെപ്പോ പറഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞോട്ടെ, പക്ഷെ ഇമ്മിമ്പാടെ ഇഞ്ചമ്മാരുടെ ഓളിമ്പാടെ അല്ല. അപ്പൊ ഇമ്മ പറയണ ഓള് കേക്കണ്ടേ? ഓളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോക്ക. അല്ല, കേക്കണോ? അത് തെറ്റ് ഓളെ ഭാഗത്തനാടിയാ. പക്ഷെ നിങ്ങളെ പെങ്ങള് വന്നതിന്റെ ശേഷമാണ് ഓള് പോയെന്ന് ഞാൻ കേട്ടത്. നിങ്ങളെ പെങ്ങളെ മാരുന്നല്ലോ ഓൾക്കും ഓളെ പേര്, ഓളെ കുട്ടികളെ സ്കൂൾ മദർസ് ഓർക്കാണ്ട് മുന്നേ ഓൾക്കും ഓളെ പേരെ പോയി നിക്കാൻ ആകാനുള്ള ആക്കും ഒരു ചെറിയ ചീള് കേസ് വലിയ പ്രശ്നമാക്കാണ്. എന്റെ അമ്മ അങ്ങനെ ഒന്നല്ല എന്നോട് പറഞ്ഞത്. ഓളെ സ്വഭാവത്തിലും കുറെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന പറഞ്ഞത്. ഇതൊക്കെ എന്താ നിങ്ങൾ കുറെ അമ്മനോട് പറഞ്ഞു. അതൊക്കെ ഒരു കുടുംബജീവിതമാകുമ്പോൾ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മള് നമ്മളെ പെണ്ണുങ്ങളോടെ പറയാം അല്ലേ?
ഇമ്മനോട് ഇപ്പോൾ പറഞ്ഞൊരു പരിധി ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന പെണ്ണുങ്ങളോടാണ്. അപ്പൊ ആ രീതിയിൽ ഓരോ കൂട്ടി പിടിച്ചു കൊണ്ട് നിലവിൽ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ അത് ആളിന്റെ ഒരു കഴിവാണ്. ഒന്നാരാളിയാ ഞാൻ ആരെ സൈഡിലേക്ക്, ഒരു സൈഡിലും ജമ്മ, ഒരു സൈഡിൽ നിങ്ങളെ പെങ്ങള്, ഞാൻ അതിന്റെ അടിയിൽ നിൽക്കുന്ന ഒരു കളിപ്പാകമായിരിക. അത് ഇന്റെ എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ. ഏതായാലും ഒരു സൈഡിലേക്ക് നിന്നാ മറ്റേ സൈഡ് അടുത്താവും. അങ്ങനെ കളിപ്പാവ് ആവരുത് അളിയാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ബാലൻസ് ചെയ്യുമ്പോ ഓല് നമ്മളിപ്പോ സഹകരിക്കണം. ഓലെ സന്തോഷിച്ച പ്രകാരം ഇറങ്ങി പോകുമ്പോ നമ്മളാണ് ഇവിടെ ഡൗൺ ആണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളെ പെങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അളിയാക്ക ആയിക്കോട്ടെ, ഞാൻ പറയാം, ആ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഓൾക്കൊന്ന് വിളിക്ക് കേട്ടോ. കാര്യങ്ങൾ പറയും കേട്ടോ. അത് 2 മക്കളൊക്കെ ആയില്ലേ. അപ്പൊ ഇനി ഈ ചെറിയ കേസൊക്കെ ഒഴിവാക്കി. എന്താ ചായ അടിച്ചോ? അല്ല, ഞാൻ എനിക്കൊരാളെ കാണണ്ട് പറയാം. നിങ്ങൾ വിളിച്ചോണ്ടിരിക്കണ കണ്ടട്ടെ. എന്നാ ശരിയല്ലേ? ഓക്കെ. ആ പൂവി എന്താ ഫോൺ എടുക്കാത്ത? പൂവിയല്ല, പിന്നാരാ? പൂവിയല്ല, പൂവിന്റെ അമ്മയാണ്. ഇജ്ജ് എന്തിപ്പോ വിളിച്ച്? എനിക്കെന്തേ വിളിച്ചാൻ തോന്നി? എൻ്റെ പണിയൊക്കെ എടുക്കാൻ ആളില്ലാതായോ? അതൊന്നല്ലമ്മ, ഒരാഴ്ച ആയല്ലോ ഓള് പോന്നിട്ട്. ഓള് പോന്നു എന്നുള്ള ഒരു തെറ്റല്ലേ ഓള് ചെയ്തത്. എനിക്ക് അതിന്റെ ശേഷം മുണ്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല. ഓള് ആരോടും പറയാതെ പോന്നപ്പോൾ ഒരു സങ്കടയില്ല, വേറൊന്നുമല്ല. ഓള് എൻ്റെ അമ്മാനോടും പാപ്പാനോടൊക്കെ ചോദിച്ചു കാണാൻ തന്നെ പോന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മക്ക് ഓളുണ്ട് പോരാന്ന് പറയുന്നത് എന്തോ പോലെയാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും അവനാൻ്റെ അടുക്ക് പോകാൻ പോതി. അതമ്മ ഞാൻ എപ്പോഴാണ് അറിയണത്. ഇപ്പോളോട് പോകാൻ പറഞ്ഞൊക്കെ അറിയണത്. ഇജൈന എൻ്റെ അമ്മക്ക് മാത്രല്ലേ വിളിച്ചത്, എൻ്റെ ഉപ്പാക്ക് വിളിച്ചിട്ടില്ലല്ലോ. എൻ്റെ ഉപ്പാക്ക് വിളിച്ചിക്കണേ സത്യാവസ്ഥ അറിയണേ. എൻ്റെ അമ്മക്ക് എൻ്റെ പെങ്ങന്മാര് വരുവോള് എൻ്റെ മോളോടെ നിക്കണം എന്നാണ്. എന്റെ മരക്കളെ പറഞ്ഞേക്കാനേ ഞാൻ എന്റെ മോളെ കാത്തുനിന്നിട്ടില്ല. പോലെ ഞാൻ പറഞ്ഞേച്ച് ആണ്ടർദ്യം പെരുന്നാളൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ പറയല്ലാതെ മനുഷ്യന്മാരെ കാട്ടുന്ന പണിയാണോ അജ് ചെയ്തത്? അനക്കൊന്ന് ഓക്ക് വിളിച്ചൂടെ? അന്റെ വിളിയും കാത്തല്ലേ ഒരു പെണ്ണ് നിക്കണത്. അന്റെ കുട്ടിന്റെ വിവരെങ്കിലും എനിക്കൊന്നും അറിയണ്ടേ? മൂത്തച്ഛനെ വിളിച്ചു കാണ്ടാണ് ചോദിച്ചതല്ലേ. ഞങ്ങളെയും കൂടി മാനം കെടുത്താന് എനിക്കിതെല്ലാരും അറിയണം എന്നാണല്ലേ? ഓക്ക് ഇങ്ങോട്ടും വിളിക്കാലോ, ഓളത്തുണ്ടല്ലോ ഫോണ്. ഇങ്ങോട്ട് ഡയൽ ചെയ്താലും കിട്ടുവേ. കണ്ട അങ്ങനെ തന്നെയല്ലേ ജീവിതമൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ട. ഒരാള് മാത്രം അങ്ങോട്ട് താഴ്ന്നു കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ നല്ലൊരു ലൈഫ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും. ആ ഓളെ ഒന്ന് പഠിപ്പിച്ചണം. കൊറേ കോളെടുത്ത് മോശമുണ്ട്. ഞാൻ പിന്നെ കണ്ണടക്കാണ്. സാധാരണ ഗൾഫുള്ളവർ ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെയാണ്. അന്റെ മാത്രം ബുദ്ധിമാതിരി. സാധാരണക്ക് ഇടക്കൊക്കെ ഒരു അസാധാരണം വന്നോട്ടെ, ഇങ്ങോട്ട് വിളിക്കേ. ഞങ്ങൾ ഈ പ്രവാസികളെ പറഞ്ഞ വെറുതെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. ഇങ്ങക്കും വിളിക്കാം, ഓക്കും വിളിക്കാം, ഇപ്പൊക്കെ എല്ലാവർക്കും വിളിക്കാം. നമ്മളെ പ്രവാസികളെ കോളിന് മാത്രം അങ്ങോട്ട് കാത്തിക്കണ്ട. അല്ലെ ഇവിടൊക്കെ ഇപ്പൊ നിങ്ങള് വാർത്തയിൽ കണ്ട പോലെ ഇവിടൊക്കെ വെള്ളത്തിൽ കയറി ആകെ പ്രളയത്തിലാണ്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയോ? അതിനൊന്നും നിങ്ങളില്ലല്ലേ. നമ്മൾ നിങ്ങളെ നാട്ടിലാണ്. എവിടെയെങ്കിലും ഉണ്ടായി നമ്മള് എല്ലാം വിളിച്ച് അന്വേഷിക്കും. നിങ്ങൾക്ക് വേണ്ടിയ ഹിദ്മത്തൊക്കെ ചെയ്തല്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂടെ? നിങ്ങൾ വിളിക്കാതെ പോട്ടെ, ഓളൊന്ന് വിളിച്ചു നോക്കിഞ്ഞേ. നിങ്ങളെ വിളിക്കും, എന്തെങ്കിലും പൈസ അയക്കാൻ അർജന്റ് ഉണ്ടെങ്കിൽ വിളിക്കും. വേറെ എന്തിനാ നിങ്ങൾ വിളിക്കല്? അതൊന്ന് പറഞ്ഞാണീ. പിന്നെ നമ്മളിത് പറയുമ്പോ ഒക്കെ പറയണ്ടേ, അങ്ങനെ നിങ്ങൾ പറയിക്കല്ലേ. ഞാനൊരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ആരാമിനാ വിളിക്കണേ? അത് ഞമ്മളെ മരോൻ പ്രമാണിച്ചി. ഈ എന്തിനാ അങ്ങനെ ചാടണേന്? ഇങ്ങോട്ടിയാ ഫോണൊന്നേ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ എന്താ വർത്താനം? നല്ല വർത്താനോ. എന്താ മോനെ എന്റെ വർത്താനൊക്കെ? സുഖാണേ. അനക്ക് എന്താണ് സുഖല്ലേ? അവിടെ എന്താ വെള്ളപ്പൊക്കവും ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ്. അനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? മാഷാ അല്ലാ, ഒരാളേലും ഇങ്ങോട്ട് ചോദിച്ചല്ലേ. ആദ്യമായിട്ട് ഒരാളെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചാണ് എന്തേലും ബുദ്ധിമുട്ടുണ്ടേനോ ഇജാതി വെള്ളത്തിലേ. ഒരു മനുഷ്യൻ വിളിച്ചു നോക്കിയില്ല. അത് നോക്കണ്ട, അതൊക്കെ ഇപ്പൊ ജീവിതമാകുമ്പോ അങ്ങനെ തന്നെ. കുറെ ആൾക്കാർ വിളിക്കും, കുറെ ആൾക്കാർ ചോദിക്കും ഒക്കെ ചെയ്യും. നമ്മക്ക് അതൊക്കെ ഒരു സങ്കടമാണ്. നിങ്ങളൊക്കെ ഒരു ഫോൺ കോൾ മതി നമ്മക്കൊന്ന് ഹാപ്പി ആകാൻ. വേറെ ഒന്നും വേണ്ട. നമ്മൾ അത്രേ പ്രതീക്ഷിക്കണുള്ളൂ. എടാ, ഇപ്പാക്ക് ഇത് എന്റെ നമ്പർ എടുത്താണ്ട് വിളിക്കാനൊന്നും ഇപ്പാക്ക് അറിയില്ല. ഇവിടെ ഈ വില ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുമ്പോ നിങ്ങട് കാട്ടിയാന്ന് പറഞ്ഞാൽ തരുന്ന ഒരു ഫോണേ നമ്മക്കൊക്കെ കിട്ടുന്നുള്ളൂ. അത് പോട്ടപ്പാ, ഞാൻ വെറുതെ പറഞ്ഞോളൂ. എന്താ നിങ്ങള് വർത്താനോ? നല്ല വർത്താനം, സുഖാണ്. എന്താ ഈ ആളു കൂടിയുള്ള പ്രശ്നം? അതിപ്പോ ഓള് അവിടെ ഇമ്മാനോടൊന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകുന്നതാണ്. കുഞ്ഞെ, ഓള് ഉമ്മാനോട് ചോദിച്ചില്ലടാ. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ 4 ദിവസം കഴിഞ്ഞിട്ട് പോകാം.
പിന്നെ എന്റെ പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. ഓളും അതേമാതിരി സ്കൂളും മദ്രസൊക്കെ ഉള്ള കുട്ടികളുള്ള ആളല്ലേ. അതിപ്പോ ഈ അവിടെ ഉമ്മാക്കൊക്കെ പ്രായതല്ല, എന്തിനേലും ഒരു ഇതിന് സഹായത്തിന് ഓള് വേണ്ടേ, അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയണത്. ഞങ്ങളും ഇവിടെ പ്രായമായ ആൾക്കാർ, ഞങ്ങൾക്കും ഇല്ല പെൺകുട്ടികളൊക്കെ ഞങ്ങളടുത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കാൻ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ആഗ്രഹം. ഇങ്ങനെ പെരുന്നാളും ആണ്ടിന്റെ ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ എല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടല്. ഇപ്പൊ കുട്ടികളും മക്കളും മദ്രസക്ക് പോക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിൽക്കലും പോക്കൊന്നുമില്ല. അപ്പൊ എന്റെ പെങ്ങന്മാരൊക്കെ വന്ന് അതേമാതിരി ഓക്കും പോരണ്ടേ, അത് നിങ്ങളൊന്ന് ചിന്തിച്ചണ്ടേ. അത് ഇത്ര കേസാക്കണ്ടല്ലോ, അത് സാരല്ല. അതൊക്കെ ശരിയാണ് ഇപ്പൊ. ഞാൻ ഇപ്പൊ ആരപ്പോ നിക്കണ്ടിരിക്കാറില്ല. നിങ്ങള് പറയണത് ശരിയാണ്, ഉമ്മാന്റെ എടുക്കുമ്പോ ഉമ്മ അല്ല, അതിന് ഇപ്പൊ അവിടുന്ന് പറഞ്ഞില്ല, അത് പെണ്ണുങ്ങളെ സ്വഭാവമാണത്. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എന്നോട് ചാടിയത് കേട്ടില്ലേ, അതൊന്നും സാരല്ല. അത് പെണ്ണുങ്ങളെ കൂടപ്പറപ്പാണ് ആ പറച്ചില് ട്ടോ. ആ സാരല്ല. എന്താ ഇനി മാളൂനെ കൊണ്ടുവരാൻ പോലെ ആരെങ്കിലും വരുമോ, ഏതെങ്കിലും വണ്ടിക്കാരോട് പറയേ എന്താ ചെയ്യണ്ടി, അല്ലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ആക്കി കൊടുക്കണമെങ്കിൽ ആക്കിയും കൊടുക്ക. ഞാന് മറ്റോനെ ചന്ദ്രപാടുണ്ടല്ലോ അൻസാറ്, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, എന്നാ ജോനെ വിട്ടുവിട്ടോ. ഞാൻ അവളോട് ഇവിടെ റെഡി ആയിക്കാൻ പറയാ. ഇതൊക്കെ എന്താന്ന് കുട്ടികളൊക്കെ വന്നോളും, ഫാമിലി ആയിട്ട് കാറിലും ഇങ്ങോട്ട് പോന്നോട്ടെ മുണ്ടിയും പറഞ്ഞു കണ്ട്. ആയിക്കോട്ടെ. എന്നാലേ ഞാൻ എന്താന്ന് ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള മക്കളെ വിഷമം എന്താണ്, മക്കൾ പോകാനുള്ള വിഷമം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയും. ഇപ്പൊ നിങ്ങള് കുട്ടികളായതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും അറിയാത്തത്. ഓനോട് വരാൻ പറയട്ടോ. പൂവയുടെ ഓളാടുണ്ട്. ഓക്കൊന്ന് കൊടുക്കുന്ന ഞാൻ കൊടുത്തോളാം. പൂവിയെ പൂവിയെ ഹലോ. അതൊക്കെ എടുക്കേ. ഇനി അതൊന്നും വാരി വലിച്ചിട്ടുണ്ട. ഇനി റൂം പോയിക്കോ, അത് നടന്നോട്ടെ. ഇത് വെച്ചിട്ടുണ്ടെ പിന്നെ എടുത്തൊക്കെ ആളുണ്ടാവില്ല. പിന്നെ മറ്റന്നാ പെരുന്നാളല്ലേ, അപ്പൊ എനിക്ക് അന്ന് ലീവ് ആണ്ടേനു. എന്റെ മൂത്തച്ഛൻ കുട്ടികളൊക്കെ വന്നിക്കണ്, അപ്പൊ ഓലൊന്ന് കാണാൻ പോവാനേനു. ആയിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തർ എടുത്തോളി കേട്ടോ. നിങ്ങൾ രണ്ടാളോട് തീരുമാനിച്ചാണ്ടേ. ഞാൻ അവനോട് പറഞ്ഞു. ആയിക്കോട്ടെ. മുഫീദ ഒന്നും വാ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് പോണെന്നുള്ളത്. അനക്ക് പിന്നെ പോയാൽ മതിയോ? പിന്നെ പോവാൻ പറ്റൂല. ഞാൻ ചെക്കന്മാരോട് പറഞ്ഞ് സെറ്റാക്കി. എന്നാ എനിക്ക് നേരത്തെ പറഞ്ഞാ പോരെയോ, ഞാൻ പോലല്ലോ. ആകെ ഒരു ദിവസമല്ലേ ലീവ് ഉള്ളൂ. ഒരു ദിവസം മുമ്പ് അങ്ങനെ പറഞ്ഞു. മൂപ്പരങ്ങനെ ഞാൻ 3 ദിവസം ലീവ് കൊടുക്കുന്നു. അപ്പൊ എന്താ ഞാനാ എന്തി പറയാ. എന്നൊരു കാര്യം ചെയ്യും, ഇജ്ജ് പോയിക്കോ, എന്റെ പരിപാടി എടുക്കട്ടെ. ഞാൻ പോവാണ്. വൈബിൾഡാ, സൗദി അറേബ്യയിൽ വന്ന് നേരെ പണിയില്ല. അടിച്ചു കൊടുക്കും. ഓക്കെ, ഞാൻ വന്ന് എനിക്ക് പോകട്ടോ. ഇജ്ജ് മുമ്പോട് പറഞ്ഞേക്കും. കുടുംബക്കാരെ കാണാനല്ല, ഇജ്ജ് പിന്നെ കാണാം. ഒന്നുമില്ല, ഞാൻ മൂത്തച്ഛനോട് നോമ്പ് തോറും ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെ കാണില്ല. ഇന്നലെ കണ്ട ഒന്നും അവിടെ പൂജയപ്പോ കണ്ട. എനിക്ക് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് പോയിക്കൂടെ നോമ്പറക്ക്? അത് വേണ്ടേ, മൂത്ത ഏട്ടന്റെ അടുത്ത് നോമ്പറക്കാൻ മാത്രം വലിയ തെറ്റാ? അതൊന്നുമില്ല, ഞാൻ പോണില്ല. നോമ്പ് തോറല്ലേ, നോമ്പ് തോറ ഇനി ഉണ്ടാവുമല്ലോ. കാരണം ഇന്നലെ അങ്ങനല്ലേ നോമ്പറക്കാൻ പോകില്ല കാരണം ഉണ്ടാവില്ല. അല്ല ഒന്നുമില്ല, നിങ്ങള് എങ്ങോട്ട് പോണേ? അല്ലെങ്കിൽ പറയും എന്തായാലും പ്രശ്നം എന്താ പറയും. ഇനിയിപ്പോ എന്താ പറയുക, ഇന്നലെ ലീവ് ആണെന്ന് പറഞ്ഞ് ലീവ് എടുത്തോളി കണ്ടാൽ തീരുമാനിച്ചോളി എന്നും പറഞ്ഞ്. പിന്നെ ഇജ്ജ് വാത്സിനോട് എന്നാണ്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ ലീവ് എടുക്കാണ്ട് തന്നെ ഓന് പോവാണ് തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്ത്. അപ്പൊ എനിക്ക് പെരുന്നാളിന് ഏട്ടത്തിന്റെ കൂടെ പോകണ്ടേ? അത് സത്യം പറഞ്ഞ എന്താ വെച്ചാല് മൂത്തച്ഛ ഇവിടെ 20 നോമ്പിന് വന്നിക്കണേ. എന്നോട് പോലും എന്നതും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ നോമ്പ് തോറ ഉണ്ട് കാരണല്ലോ, അതും എന്നോട് പറഞ്ഞിട്ടില്ല. നോമ്പറ എന്നോട് പറയാ എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ ഏട്ടുണ്ട്, ഏട്ടനോടും ഏട്ടന്റെ ഫാമിലി ഒക്കെ അവിടെ ഉണ്ട്. ഓല് വലിയ ഹൈ ലെവലില്ല. ഓലോട് പറഞ്ഞിക്കണേ ഞാനിതിങ്ങനെ സ്റ്റാറ്റസ് കാണും പൂജയാകുമ്പോ. എന്നോട് വന്നോ പറഞ്ഞിട്ടില്ല, നോമ്പ് തുറയും പറഞ്ഞിട്ടില്ല, നീ പെരുന്നാളിന് വരാനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയോക്കാന്നുള്ള രീതിയിലാണ്. പൈസയാണ് പ്രശ്നം. ഓൾക്ക് ഹൈ ലെവല് ആൾക്കാരൊക്കെ പറ്റുള്ളൂ, നമ്മളെ പറ്റൂല. ചിലപ്പോ പറഞ്ഞിട്ട് കാലം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. പൈസ ഉള്ളവന്റെ കൂടെ എല്ലാരും ഉണ്ടാവും, അതില്ലാന്ന് ആരും. സമൂഹം നിക്കണ മാതിരില്ലല്ലോ. ഏട്ടനന്യന്മാരാകുമ്പോ എല്ലാരും കൂടൂലേ. അത് രക്തബന്ധമായിട്ടും കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല. ഇപ്പൊ പൈസക്ക് തന്നെയാണ് പവർ. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അത് അങ്ങനെ തന്നെയുള്ളൂ. എന്റെ അഭിപ്രായത്തില് എല്ലാരും അങ്ങനെയല്ല, ചില ആളുകൾ മാത്രമാണ് അങ്ങനെ ഉള്ളൂ. അതെ, ഞാൻ എല്ലാരും പറയില്ല, ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഏതായാലും ഇനി പോയിക്കോ. പോയിട്ട് അല്ല, ഞാൻ പോയിട്ട് കാര്യമല്ലോ. ഞാൻ അല്ല ഇനിയിപ്പോ വന്നതിന് ശേഷമാണെങ്കിലും ഒന്ന് പോയി കണ്ടാളാ. ഞാൻ പോയി കാണുന്നുണ്ട്. ഏതായാലും കുടുംബ ബന്ധം ചേരാൻ തന്നെ ഉണ്ടെങ്കിൽ അത് വലിയൊരു കയറുള്ള കാര്യം തന്നെ.
അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാര് മാറ്റം വരുന്നത്. പോയിക്കോളേ, എന്നാ വരാം. മുഫീദെ, ഓൽക്കില്ലാത്ത ബന്ധം നിനക്ക്. എടാ, രക്തബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മള് ചിലർക്ക് താന്നു കൊടുക്കേണ്ടിയാണ്, എന്നാലേ ആ ബന്ധങ്ങൾ ദൃഢപ്പെടും. നല്ല താവുണ്ട്, ഇത്ര താവുണ്ട്. കുടുംബം എല്ലാവർക്കും വേണം. ലൈഫ് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലടാ. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ വീഡിയോ തികച്ചും കുടുംബ ഗ്രൂപ്പുകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ഞങ്ങളെ അറിയിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വരുന്ന ഈ പ്രവാസികളോട് നിങ്ങൾ നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്ന് ഇങ്ങോട്ടും വിളിച്ച് ഞങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കണം. നിങ്ങളെപ്പോലെ പ്രയാസങ്ങൾ, അതിൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വിവരങ്ങളും ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഒന്ന് വിളിച്ച് നിങ്ങളും ഒന്ന് വിവരങ്ങൾ അറിയണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.